ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:30 മുതൽ അമ്മാമ്മ വന്ന് കിടന്ന് വിളിയോട് വിളി. അമ്മയ്ക്ക് തറയിൽ വെള്ളം കിടക്കുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ തറയിൽ വെള്ളമൊന്നുമില്ല. അമ്മയ്ക്ക് തോന്നുന്നത് നമ്മുടെ രോഗത്തിൻ്റെയാണ്, അസുഖത്തിൻ്റെയൊക്കെയാണ് തോന്നുന്നത്. തറയിൽ വെള്ളം കിടക്കുന്നു, തറയിൽ ഉറുമ്പോടുന്നു. ഞാനിവിടെ എഴുന്നേറ്റ് പോവും, നോക്കും, തിരിച്ച് വന്ന് കിടക്കും. അങ്ങനെ പോയി വന്നത് 7:30 മണിയായപ്പം ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അമ്മ വന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എന്നാ, അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. രാവിലെയായി, ഇനിയിപ്പോൾ അങ്ങോട്ട് അമ്മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളിലോട്ട് പോകാം. അതിൻ്റെ മുമ്പ് ഞാനത് ഫ്രഷ് ആവും കേട്ടോ. മിക്ക ദിവസങ്ങളിലും രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അമ്മാമ്മയുടെ പുറകെ ഓടുന്നതല്ലേ നിങ്ങൾ കാണാറുള്ളത്. ഇന്ന് എന്തായിരുന്നാലും ഞാൻ പുറകെ ഓടണ്ട എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ഓടിക്കുഴഞ്ഞിതാ വന്ന് നിൽക്കുക ഞാൻ. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, അമ്മാമ്മ ഇന്ന് എന്നെ ഉറക്കിയിട്ടില്ല. ഇന്നെന്താണെന്നറിയത്തില്ല, ആകെ മൊത്തം അമ്മാമ്മ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എന്തായിരുന്നാലും ഫ്രഷൊക്കെ ആയിട്ട് അമ്മാമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി. അമ്മാമ്മ അപ്പുറത്ത് ഇരിപ്പുണ്ട്. പല്ലിയേപ്പും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും, അല്ലേ? ഞാനിങ്ങനെ തിരിഞ്ഞു ചെയ്യുന്നതുകൊണ്ട് ഇന്ന് പല്ലിയിക്കുന്നത് നിങ്ങൾ പല്ലിയിക്കുന്ന കാണണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ പിന്നെ വിചാരിക്കും, എങ്കിൽ പിന്നെ അങ്ങ് ഓടിച്ച് വിട്ടുകൂടെ, സ്പീഡാക്കിക്കൂടെ എന്ന് വിചാരിക്കും. അങ്ങനെ സ്പീഡാക്കുന്നതുമില്ല, ഇങ്ങനെ തന്നെ ഇടും. കാണണ്ടവർ കണ്ടാൽ മതി, കാണണ്ടാത്തവർ കാണണ്ട. പിന്നെ എന്താ പറയുക, ഇന്ന് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ട് എന്തായിരുന്നാലും. പിന്നെ ഉച്ച വരെയുള്ള വീഡിയോ ഇതിനകത്ത് ആഡും ആയിട്ടുള്ളൂ. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വീഡിയോ ഇതിനകത്ത് എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. അമ്മാമ്മയ്ക്ക് ഇന്ന് മൊത്തം ഫുൾ ഓഫ് ദ ഡേ അമ്മാമ്മയ്ക്ക് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മൈൻഡ് ഓഫ് പ്രോബ്ലംസാണ് കൂടുതലുള്ളത്. എന്നോട് വന്ന് നല്ല അതിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചവലെൻ്റെ പുറത്തിങ്ങനെ വെക്കുന്നത് എൻ്റെ ഡ്രസ്സിൽ, എനിക്ക് വാ കഴുകിയാലും മുഖം കഴുകിയാലും എൻ്റെ പറ മൊത്തം നാറ്റി നവരടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇതിൻ്റെ പുറകം മൊത്തം ഞാൻ വെള്ളമാക്കും. പിന്നെ ഈ ഒരു വട്ടും എനിക്കുണ്ട്. ഈ ഒരു കുപ്പി എടുത്ത് ഈ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ട് സൗണ്ട് ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും കണ്ടില്ലയോ, ആ തുണി ഇട്ടില്ലെങ്കിൽ എൻ്റെ പുറം മൊത്തം ഞാൻ വെള്ളമാക്കും. പിന്നെ എപ്പോഴും ഞാൻ പറയും, സെറാവയുടെ മോയ്സ്ചറൈസർ ആണെങ്കിലും സെറാവയുടെ ക്ലെൻസറൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല, നല്ല അടിപൊളി ഐറ്റംസാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മച്ചിക്ക് പോയിട്ട് ഫുഡൊക്കെ രാവിലത്തേക്ക് എടുത്ത് കൊടുക്കാനായിട്ടൊക്കെ. എന്തായിരുന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങാനായിട്ട് കിടന്നപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നത് കൊണ്ടും ഞാൻ താങ്ങി തൂങ്ങിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കിച്ചണിലോട്ട് വന്ന് അമ്മാമ്മയ്ക്കുള്ള കോഫിയും എനിക്കുള്ള കോഫിക്കുള്ള വെള്ളവും ഞാൻ വെച്ചു. അതിനുശേഷം എന്നത്തെയും പോലെ അമ്മാമ്മയുടെ ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യാനിട്ടു. ബ്രെഡ് അവിടെ കിടന്ന് ടോസ്റ്റ് ആവട്ടെ. ഇന്നാകെ മൊത്തം ഒരു കശപിശ ഡേയായിരുന്നു. അപ്പം അതുപോലെ തന്നെ അമ്മാമ്മയുടെ മുട്ട, അമ്മാമ്മയുടെ മകൻ്റെ വൈഫ് എന്നോട് ഇടയ്ക്ക് പറയും, മുട്ട എല്ലാ ദിവസവും കൊടുക്കരുതെന്ന് പറയും കേട്ടോ. പക്ഷെ ഞാൻ കൊടുക്കും. കാരണം അമ്മാമ്മയുടെ മകൾ എന്നോട് പറയും, മുട്ട കൊടുക്കണം റീനു, മുട്ട കൊടുക്കണം. ഞാൻ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അവർ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഒരു ദിവസം ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണല്ലോ. അവർ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. പിന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് ഇഷ്ടമാണ് മുട്ട ബ്രെഡുമായിട്ടൊക്കെ തട്ടുന്നത്, ഭയങ്കര ഇഷ്ടമാക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ തണ്ണിമത്തങ്ങ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ.
ഫസ്റ്റ് ടൈമാണ് ചെറിയൊരു തണ്ണിമത്തങ്ങ കിട്ടുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അല്ലെങ്കിൽ പടവണ്ടാരം പോലത്തെ വലിയ തണ്ണിമത്തങ്ങയൊക്കെ ഇവിടെ കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് വലിപ്പമുള്ള തണ്ണിമത്തങ്ങയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ചെറിയ തണ്ണിമത്തങ്ങ എനിക്ക് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. എന്തായിരുന്നാലും അത് കുറച്ച് അമ്മയ്ക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റും കഴിയുമ്പോൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതും ആയിട്ട് കഴിക്കും. പിന്നെ എന്താണ് പറയാണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. അമ്മാമ്മേനെ കൊണ്ട് എനിക്ക് സത്യമാണ് എനിക്കൊരു സമാധാനമില്ലാത്തൊരു ദിവസമായിരുന്നു. അത് അമ്മാമ്മയുടെ പ്രശ്നമല്ല, അമ്മാമ്മയുടെ സിക്നെസ്സിൻ്റെ പ്രോബ്ലമാണത്. അത് നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ മനുഷ്യരല്ലയോ, നമുക്കും ആ ഒരു അമ്മാമ്മ അതൊക്കെ കാണിക്കുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് സ്ട്രെസ്സാവും. അതിന് ശേഷം ഞാൻ വാഷ്റൂമിൽ പോയിട്ടാണല്ലോ, പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അമ്മാമ്മയുടെ അടുത്ത് ഞാൻ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് അമ്മാമ്മയായിട്ട് കോഫിയൊക്കെ, ഞാനൊരു കപ്പ് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് അങ്ങനെ മിക്കതും ഞാൻ എടുത്തില്ല. ഉച്ചവരെയുള്ളതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ റൂമിൽ വന്നിട്ടാണ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. ഇത് മസ്റ്റ് ഹാവാണ്. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല എൻ്റെ ലൈഫിൽ. മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഈ വാരി പൊത്തുന്നത് മൊത്തം സൺസ്ക്രീമാണ് കേട്ടോ. അതായത് ഫേസിലിടുന്നത് കുറച്ച് ബെറ്ററായിട്ടുള്ള +55-ൻ്റെ SPF 55-ൻ്റെ സൺസ്ക്രീമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഹാൻഡ്സിൽ അപ്ലൈ ചെയ്തത് ജസ്റ്റ് 20+ അതിൻ്റെയാണ്. കാരണം അത് മുഖത്തിടാൻ വേണ്ടി വാങ്ങിച്ചതല്ല, ജസ്റ്റ് കാലിലും കയ്യിലൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അമ്മാമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ഇരിപ്പുണ്ട്. എന്നാലും അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായിരുന്നാലും കുറച്ച് നേരത്തേന് ഇനി അങ്ങോട്ടത്തേന് പോകുന്നില്ല. എന്നെ കാണുമ്പോൾ കുറച്ചുകൂടി ബഹളം വയ്ക്കും, എന്തെങ്കിലുമൊക്കെ കിടന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ്സൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക, കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു ഹാപ്പിനെസ്സ്. അല്ലാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങലോ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു ഹാപ്പിനെസ് എന്ന് പറയാനായിട്ട്. എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ ഹാപ്പി ആവുക, സ്വന്തമായിട്ട് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന രീതി എത്രയോ സത്യം. അടിക്കുന്ന അടിയൊക്കെ കണ്ടോ? ഇപ്പം ഇച്ചിരി രോക്ഷക്കുലിയാണ് ഞാൻ. ഇതെൻ്റെ പാലറ്റ് കേട്ടോ, ഐബ്രോ പാലറ്റ്. ഇത് എൻ്റെ ഫേവററ്റ് സാധനമാണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കേട്ടോ. എൻ്റെ ഐബ്രോസ് പണ്ട് കുറച്ച് നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പൂടെയൊന്നും ഇല്ലായിരുന്നു ഐബ്രോസിൽ പണ്ട്. അത് ഞാൻ കെയർ ചെയ്തിട്ട് കുറച്ച് നല്ല രീതിയിൽ ഗ്രോത്താക്കി വളർത്തിയെടുത്തതിന് ശേഷം ഞാൻ ടച്ചപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ കരവിരുതിൽ വളർത്തിയെടുത്തൊരു സംഭവമാണ് ഇപ്പോഴുള്ള എൻ്റെ ഐബ്രോസ്. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എൻ്റെ ഐബ്രോസൊക്കെ വളരെ മാറ്റമുണ്ട്. ഞാൻ എൻ്റെ ഐബ്രോസിന് കൊടുത്ത കുറച്ച് റൊട്ടീൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാറ്റവും ഉണ്ടായത്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പൊക്കെ ആവണക്കെണ്ണയൊക്കെ തേക്കുമായിരുന്നു. അത് എൻ്റെ ഐബ്രോസിന് നല്ല മാറ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ചുമ്മയാണ്, ഇതൊക്കെ ഉടായ്പാണ്, എങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ സംഭവം ഇല്ല, അതൊന്നും തേച്ചാൽ വളരത്തില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആക്ച്വലി അതൊക്കെ തേച്ച് ഞാൻ എൻ്റെ പിരിവ് ഒന്ന് കെയർ ചെയ്തപ്പോഴാണ്. പണ്ടത്തെ പിരിവേ അല്ല ഇപ്പം. ഓക്കെ ആയല്ലോ. അതിനുശേഷം എനിക്ക് നല്ല വിശപ്പ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റാണ് അതേ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. പാസ്ത അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ റൂമും അപ്പുറത്തെ അമ്മാമ്മേൻ്റെ ഹാളൊക്കെ വൃത്തിയാക്കി, അവിടെ അമ്മമ്മയുടെ റൂമെല്ലാം വൃത്തിയാക്കി എവിടെല്ലാം തൂത്തതിന് ശേഷമാണ് എൻ്റെ റൂമിലോട്ട് ഞാൻ വന്ന് നിന്ന് ഇത് ചെയ്യുന്നത്. കാരണം അവിടെയൊന്ന് ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. അല്ല, ക്യാമറ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഫോൺ അവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം അമ്മാമ്മയ്ക്ക് സിക്നസ് പ്രോബ്ലം ഉള്ള ദിവസം അവരുടെ മക്കളൊക്കെ ഇന്ന് കൂടുതലും ക്യാമറ നോക്കുന്ന ദിവസമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ റൂം തന്നെ
വൃത്തിയാക്കുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചൂലിന് നോവുമല്ലോ എന്നൊന്നും തോന്നരുത്. ആകെ മൊത്തത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഓൺ വോയിസിൽ വരുന്നത്. ഞാൻ ഇന്നലെ ഇട്ട ഈ ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത്. ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ഇന്നലെ കുളിച്ചു, ഇന്നലെ ഈ ഡ്രസ്സ് ഇട്ട്. ഇനിയിപ്പം വൈകിട്ടോ രാത്രി കുളിച്ചാലും ഞാനിത് ചേഞ്ച് ആക്കത്തുള്ളൂ. സോ ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് ഈ ടൈമിൽ ഞാൻ ഇത് തന്നെ സെയിം ഡ്രസ്സ്. അപ്പം ഇന്നലത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലും സെയിം ഈ ഡ്രസ്സ് തന്നെയാണ്. അത് നിങ്ങൾ നോക്കണ്ട. ഞാൻ കുളിക്കാത്തവളാണോ എന്ന് പോലും തോന്നരുത്. അത് എൻ്റെ മാറ്ററല്ലേ. ഞാൻ ഒരു ദിവസം ഇടുന്ന ഉടുപ്പ് ഞാൻ 2 ദിവസം ഇടും. പിന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കരുത്. തോന്നുമായിരിക്കും, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് തന്നെ. അപ്പോൾ ഇന്നലെ ഇട്ട ഉടുപ്പിട്ടിട്ടാണല്ലോ ഇന്നും വീടിയിട്ടത്, അതിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളാട്ടോ ഞാൻ. ഇന്നലെ ഇട്ടിട്ട് ഉള്ള ഉടുപ്പ് ഇട്ടിട്ട് തന്നെ മൊത്തം തെറ്റി. ഇന്നലെ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നില്ല, അത് ഞാൻ കട്ട് ചെയ്തില്ല. എനിക്ക് തെറ്റുമെന്നത് പോലും. അപ്പം ഐ എം നോട്ട് പെർഫെക്റ്റ്. അപ്പം ഇന്നലെ ഇട്ട ഉടുപ്പിട്ടിട്ട് തന്നെ ഞാൻ ഇന്നും വീഡിയോ ഇടും. കാരണം ഞാൻ ഇന്ന് രാത്രിയിലോ വൈകിട്ടോ കുളിക്കത്തോളൂ, ഉടുപ്പ് മാറ്റത്തോളൂ. അപ്പം വീഡിയോ ഇടുന്നു എന്ന് കരുതിയിട്ട് എനിക്ക് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ മേക്ക് ചെയ്യാൻ ഞാൻ ചെയ്യത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എന്താണോ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ നിങ്ങൾ കാണട്ടെ. അങ്ങനെയല്ലേ കാണേണ്ടത്. നിങ്ങളെല്ലാവരും കാണുന്നതെന്ന് വെച്ചിട്ട് പുതിയ വേറെ ഡ്രസ്സ് ഇടുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് വേറെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ കുറേ ഇവിടെ കഴിവാനായിട്ട് എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം AC, സെൻട്രലൈസ് AC ഓണാണ്. ഭയങ്കര സൗണ്ട്. ഓക്കെ, സോറി. ഇവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം AC ഓണായിരിക്കും. ഇവിടെ അഴുക്കും ഒന്നും ആവുന്നില്ല ഡ്രസ്സിൽ. ഇന്നലെ ഇട്ട ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ കുളിച്ചു, ഇന്ന് ഞാൻ കുളിക്കുമ്പോഴേ ഈ ഡ്രസ്സ് മാറ്റത്തുള്ളൂ. അപ്പം വീഡിയോയിൽ ഈ ഡ്രസ്സ് കണ്ടിന്യൂസ് ഇങ്ങനെ വരുമ്പം അങ്ങനെ തോന്നരുത് കേട്ടോ. തോന്നിയാലും എനിക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല വിശപ്പ്. രാവിലെ ഇപ്പം ഒരു 10:20 ഞാനൊന്നും കഴിച്ചില്ല. പിന്നെ അത് ഇങ്ങനെയൊക്കെ ഫോണിൻ്റെ അവിടെ ഈ ജനലിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് എനിക്ക് ട്രൈപോഡൊന്നും ഇല്ല, മൈക്കില്ല. ഇതൊക്കെ വാങ്ങിക്കണം. ഈ മാസത്തെ സാലറി വരുമ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി വാങ്ങിക്കാറുണ്ട്. ഞാൻ നാട്ടിലൊന്നും വാങ്ങിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലല്ലോ. അത് മുന്നോട്ട് പോയിട്ട് അപ്പം സാലറി വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ട്രൈപോഡും മൈക്കും ഒക്കെ. ഓക്കെ, എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, വീഡിയോ കണ്ടിന്യൂ കണ്ടോളൂ. അപ്പം കേട്ടല്ലോ, ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ഒരു ദിവസം ഇടുന്ന ഇപ്പം ഒരു ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം അത് യൂസ് ചെയ്യാറുണ്ട്. അതാണ് പറയാനായിട്ട് മെയിൻ ഉദ്ദേശിച്ചൊരു കാര്യം. സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നീട്ടി വലിക്കും ഉള്ളതാണ്. ദെൻ ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കിയപ്പം ബട്ടർ പാസ്ത വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് പാസ്ത വേവിച്ച് ഞാൻ പറയുന്നുണ്ട് വീഡിയോക്കകത്ത്, കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തന്നെ പറയാം, നിങ്ങൾ കേട്ടോ. ഞാൻ കഴിച്ച് നോക്കുക, കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ. കഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. ആദ്യമായിട്ട് കഴിച്ച് വീഡിയോയിൽ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തിലെന്ന് തന്നെ പറയാം ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അടിപൊളിയായിട്ടാ. പാസ്ത വേവിച്ചിട്ട് വെള്ളം ഊറ്റിയിട്ട് അതിലോട്ട് പാല് ബട്ടർ ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചിട്ട് ഒരു ക്രീമി ആ ഒരു ടെക്സ്ചറിൽ ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ഹണി ഒഴിച്ച് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ടോ. വെറുതെ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞില്ലേ, ഉച്ചക്കത്തിനുള്ള ചിക്കൻ്റെ വിങ്സ് ഒന്ന് വറുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറൊക്കെ വെച്ചു. അതൊക്കെ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് കഴിച്ചിട്ടോ, അതൊന്നും എടുത്തില്ല ഇന്നത്തെ ദിവസം, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് വൈകിട്ടായി. ഞാൻ എൻ്റെ കോഫി ആയിട്ട് എൻ്റെ ടൈമിലോട്ട് ഞാൻ കിടന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ടൈം, പീസ് ഓഫ് ഡേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ
എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിടണം കേട്ടോ, ടൈപ്പ് ചെയ്തിടണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് നെക്സ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ കൂടെ പറയാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.